നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള മദ്യനയത്തിന്റെ കരട് വീണ്ടും പൊളിച്ചെഴുതാൻ എക്സൈസ് വകുപ്പ്. മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വെച്ച കരട് നയം വകുപ്പ് തന്നെ പിൻവലിച്ചു. കൂടുതൽ ചർച്ചകൾക്ക് ശേഷം കരട് പുതുക്കി അവതരിപ്പിക്കാനാണ് എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. 2024 ഏപ്രിൽ 1 പുതിയ മദ്യനയം പ്രാബല്യത്തിൽ വരേണ്ടത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, വയനാട് ദുരന്തം, കോഴ വിവാദം എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മദ്യനയം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വൈകി. LDFിലെ ചർച്ചകൾക്ക് ശേഷം നവംബർ ആദ്യവാരം കരട് നയം മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വെച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് മാറ്റിവെച്ചു. എന്നാൽ ഇതിനിടെ മന്ത്രിസഭയിൽ വെച്ച കരട് നയം എക്സൈസ് വകുപ്പ് തന്നെ പിൻവലിച്ചു. നയത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് ടൂറിസം ഉൾപ്പെടെയുള്ള ചില വകുപ്പുകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിസഭായോഗത്തിൽ നിന്ന് കരട് നയം പിൻവലിച്ചതെന്നാണ് എക്സൈസ് വകുപ്പിന്റെ വിശദീകരണം. നയം സംബന്ധിച്ച രാഷ്ട്രീയ ചർച്ച വേണമെന്ന് CPIM ആവശ്യപ്പെട്ടിരുന്നതായി എക്സൈസ് വകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു. വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് കരട് നയം പുതുക്കി അവതരിപ്പിക്കാനാണ് എക്സൈസ് വകുപ്പിന്റെ പുതിയ തീരുമാനം. ടൂറിസം മേഖലകളിൽ 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കുക, ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം കൂട്ടുക, ടൂറിസം മേഖലയിൽ ബിയറും വൈനും ലഭ്യമാക്കാൻ കൂടുതൽ ഇളവുകൾ എന്നിവയായിരുന്നു കരട് നയത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ. നയം പുതുക്കുമ്പോഴും ഈ നിർദ്ദേശങ്ങൾ തുടരാനാണ് സാധ്യത. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.